നമസ്കാരം. പന്തലിട്ട് സദ്യ ഉണ്ണാൻ കാത്തിരുന്ന ഏഷ്യാനെറ്റിലെ ജോണിന്റെ മോന്റെ മോങ്ങൽ എത്ര പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉയർന്നു വന്നത് നോക്കിയേ. സദ്യയൊക്കെ ഉണ്ണാൻ VIP പരിഗണനയിൽ കൊണ്ടുപോകുമെന്നാണ് ജോണിന്റെ മോനൊക്കെ ഇത്രയും കാലം കോൺഗ്രസ്സുകാരുടെയൊക്കെ അച്ചാരം വാങ്ങി മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം ജോണിന്റെ മോന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മാത്യു കുഴൽനാടന്റെ അടുത്ത് പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ജോണിന്റെ മോന്റെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. ആ ചങ്ക് പൊട്ടിയ ഉടനെ ഇന്നലകളിൽ അദ്ദേഹം പന്തലിട്ട് അതിനകത്ത് ഇഡ്ഡലിയും സാമ്പാറും രസവടയും കൂടി അടിയന്തരം ഉണ്ണാൻ ആഗ്രഹിച്ചെടുത്ത് ഇന്നിപ്പോ പൊടുന്നനെ ജോണിന്റെ മോന്റെ അടിയന്തരം നടത്തിയ ഒരു ഫീലുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടാൽ. പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. മാത്യു കുഴൽനാടനൊക്കെ എത്ര മാറിക്കഴിഞ്ഞു. ഉന്നയിച്ച ഓരോ ആരോപണങ്ങളിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് നേതാക്കളിൽ നിന്ന് പോലും പിന്തുണയില്ലാതിരുന്നപ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണ തേടി ആ പിന്തുണ മൂലം തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച ആളാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ഓഡിയോ പുറത്തുവിട്ടപ്പോഴും നിരന്തരം മാധ്യമങ്ങളെ വിളിച്ച് അത് പരമാവധി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച ആളാണ്. ഇപ്പോൾ പറയുന്നത് മാധ്യമങ്ങളോട് പ്ലീസ് നിങ്ങൾ ഇത് ഇടപെടരുത്, ദയവായി ഞങ്ങൾക്ക് വിടൂ. ഒരു ദിവസം കൊണ്ട് ഈ നേതാക്കളൊക്കെ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം ചോര നീരാക്കിയതിന്റെ കഥയാണ്. 5 വർഷം പാഴായി പോയല്ലോ. 2021 ആ ചോരയും നീരുമൊക്കെ വെള്ളമായി പോയല്ലോ. ഇനിയിപ്പോ അടുത്ത 5 വർഷം കൊണ്ട് എന്തോ മഹത്തായ സംഭവം ചെയ്ത് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളെ പുച്ഛിക്കലാണ്. കേരള ജനത നിങ്ങളുടെ മഹത്വം കണ്ട് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ കാര്യം കാണാൻ കഴുതയുടെ കാലും പിടിക്കണം എന്ന് ഒരു തത്വമുണ്ട്. കോൺഗ്രസ്സുകാർ അങ്ങനെ ജോണിന്റെ മോൻ എന്ന കഴുതയുടെ കാല് പിടിച്ചു, കാര്യം കണ്ടു. ഇനി എന്തിനു നോക്കേണ്ടത്? 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ മോങ്ങൽ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തുടങ്ങിയത് നല്ലത് തന്നെയാണ്. അതൊരു ശുഭ സൂചനയാണ്. കാര്യം ഇത്രയും കാലം വലിയ പ്രതീക്ഷകളിലാണ്. അധികാരം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വരെ പലയിടങ്ങളിലും പോസ്റ്റിംഗ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ആവശ്യം ഇന്ന ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. ലക്ഷ്യം കണ്ടു കഴിഞ്ഞു, നിങ്ങളൊക്കെ എന്തിനാണ് നമ്മുടെ പിറകെ അടക്കണം, മാറിപ്പോയിൻട്രാ എന്ന രീതിയിൽ ആട്ടി ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ജോണിന്റെ മോന് ഈ വികാര പ്രകടനം ഉണ്ടായത്. ഇത് മാത്രമല്ല, മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്. അതായത് ഇത്രയും കാലം മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയ പല വിഷയവും അത് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതാണ് എന്നതിന്റെ തെളിവാണ്. നിങ്ങൾക്ക് ആ ഞരമ്പൻ യദുവിനെ ഓർമ്മയില്ലേ? ഏത് ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ബസ് വിഷയത്തിലെ യദു, അദ്ദേഹം ഇന്നിപ്പോ ഓടി KPCC ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. KPCC ഓഫീസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം നേതാക്കന്മാരെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. കാര്യം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ വേണമല്ലോ. അങ്ങനെ KPCC ഓഫീസിൽ ആ ഉപകാര സ്മരണയ്ക്ക് എത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം നിങ്ങളൊന്ന് കേട്ടെ. അറിയാലോ എല്ലാവർക്കും. ഇത് എന്താണ് ഇവിടെ KPCC ആസ്ഥാനത്ത് എന്താണ്? ഞാൻ ഇതുവഴി പോയി ഭയങ്കര തിരക്കും ബഹളമൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് നേതാക്കളെല്ലാവരും ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഓർമ്മപ്പെടുത്തണം, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. ഭരണം വരുമ്പോഴത്തേക്ക് മറന്നു പോകല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട് തിരിച്ചു കയറണം എന്നുള്ളതാണ്. തിരിച്ചു കയറണം, ഒരു ദിവസം കയറണം. KSRTC കയറണമെന്നുണ്ട്. കേട്ടല്ലോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ജോണിന്റെ മോന്റെ മോങ്ങലും ഒപ്പം തന്നെ യദുവിന്റെ പ്രതികരണവും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ ഇന്നലകളിൽ നിങ്ങൾ വാർത്ത എന്ന പേരിൽ ഇവരുടെ വായ്ത്താരിയായി കേട്ടത് എന്താണ്? ആലോചിക്കാവുന്നതാണ്. കാര്യം അതെല്ലാം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടതാണ്. ഒരു സംഭവത്തെ ജനവികാരം ഉയർത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് നാട്ടുകാർക്ക് സുപരിചിതമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അവർ ചില ഉദ്ദേശത്തോടു കൂടി അടിച്ച വാചകങ്ങളാണ്. മാത്യു കുഴൽനാടന്റെ ഇന്നലത്തെയൊക്കെ അവസ്ഥ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത് ഞാനും ഞങ്ങളുടെ ചാനലേ ഉണ്ടായിരുന്നുള്ളൂ, എത്ര മാറിയിരിക്കുന്നു എന്നൊക്കെ മോങ്ങുമ്പോൾ ഇന്നലകളിൽ ഇവരെയൊക്കെ ഈ രീതിയിലൊക്കെ സ്റ്റാർഡം കൊടുത്ത് അവതരിപ്പിച്ചതിന്റെ പിന്നിലെ ആ കച്ചവടത്തെക്കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. യദു എന്ന വ്യക്തി പോലും മാധ്യമങ്ങളിലൂടെ സ്വമേധയാ അല്ല, അതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് പ്ലാൻ ആയിട്ട് നടപ്പാക്കിയതാണ് എന്നുള്ളൊരു റിയാലിറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ മികച്ച 2 ഉദാഹരണം ഉണ്ടാകില്ല എന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സർക്കാരിനെതിരെ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചിലരെ മഹാന്മാരായി അവരോധിച്ചതെല്ലാം അത് PR പണിയുടെ ഭാഗമാണ്, ചില നീക്കുപോക്കുകളാണ്. ആ നീക്കുപോക്കിൽ ശകലം ഒരു വ്യതിയാനം സംഭവിച്ചപ്പോൾ ജോണിന്റെ മോൻ ഇറങ്ങി നിന്ന് ഇങ്ങനെയൊക്കെ മോങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഡീലിൽ ഒരു ചെറിയ വ്യതിയാനം സംഭവിച്ചപ്പോൾ പോലും താങ്ങാൻ പറ്റുന്നില്ല എന്നതിൻ്റെ തെളിവാണ്.